ഇന്ത്യയും ചൈനയും റഷ്യയും ഒന്നിക്കുമോ എന്നൊരു ചോദ്യം വലിയ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ അതിന് യാതൊരു സാധ്യതയും ഇല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ് റഷ്യ. റഷ്യയും ചൈനയും തമ്മിൽ സൗഹൃദമുണ്ട്. പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിൽ സൗഹൃദമല്ല, ശത്രുതയാണുള്ളത്. പക്ഷേ അവർ ഒന്നിക്കുമെന്നാണ് പുതിയ വാർത്തകൾ വരുന്നത്. ഈ വാർത്തകൾ അടിസ്ഥാനമായ വാർത്തകൾ തന്നെയാണ്, വെറും ഒരു ഊഹാപോഹമല്ല. കൃത്യമായ സോഴ്സിലൂടെ ഒരു പ്രസ്താവന തന്നെയാണ് ഈ വാർത്ത എന്ന് പറയേണ്ടി വരും. അതായത് റഷ്യയുടെ സ്റ്റേറ്റ് ന്യൂക്ലിയർ എനർജി കോർപ്പറേഷൻ്റെ മേധാവി അലക്സി ലിഖാച്ചേവ് നടത്തിയ ഒരു പ്രസ്താവന. ആ പ്രസ്താവനയിലാണ് ഇന്ത്യയും ചൈനയും റഷ്യയും കൈകോർക്കുന്നത്. അത് എന്തിനാണ് എന്നുള്ളതാണ് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു വലിയ കാര്യം. അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു സ്വപ്നം ബഹിരാകാശത്ത്, അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ബഹിരാകാശത്ത് ഒരു ആണവ നിലയം സ്ഥാപിക്കുക എന്നുള്ളതാണ്. പക്ഷേ റഷ്യയുടെ ഒരു പദ്ധതി ഇപ്പോൾ തുടങ്ങി വെച്ച് കഴിഞ്ഞിരിക്കുന്നത്, ബഹുദൂരം അത് മുൻപോട്ട് പോയിരിക്കുന്നു. ലൂണാർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്നാണ് അതിൻ്റെ പേര്. അതായത് ചന്ദ്രനിലൊരു ആണവ നിലയം. ആ പദ്ധതിക്ക് വേണ്ടി ISROയും ചൈനയും റഷ്യയും കൈകോർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈസ്റ്റേൺ എക്കണോമിക്സ് ഫോറത്തിൽ റഷ്യയുടെ സ്റ്റേറ്റ് ന്യൂക്ലിയർ എനർജി കോർപ്പറേഷൻ മേധാവി അലക്സി ലിഖാച്ചേവാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇതൊരു വലിയ നീക്കം തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലൊരു നീക്കം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇപ്പോൾ ഇതാ റഷ്യയും ചൈനയും ഇന്ത്യയും കൂടി കൈകോർത്തുകൊണ്ട് ചന്ദ്രനിലൊരു ആണവ നിലയമെന്ന ഒരു വലിയ പ്രൊജക്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യയുടെ 2035 സ്വന്തമായി ബഹിരാകാശ നിലയം ചന്ദ്രനിൽ ഉണ്ടാകും എന്നുള്ള അതിൻ്റെ ഒരു ഓപ്പറേഷൻസും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഗംഗയാൻ പദ്ധതികൾ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയാണ് നമ്മുടെ ISROയുടെ ഭാഗത്തു നിന്നുള്ള വരും വർഷങ്ങളിലൊക്കെ അനവധി ചന്ദ്രനിലേക്കുള്ള പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്. ഇപ്പോഴേതായാലും വൈര്യം മറന്ന്, ശത്രുത മറന്ന് ഒരു വലിയ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇന്ത്യയും ചൈനയും റഷ്യയും കൈകോർക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.